എൻ്റെ പേര് ജാൻസി, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്, മോൾ അഞ്ജു. ഞങ്ങൾ പാലാരിവട്ടം ഇടവകയിൽ നിന്നാണ് വരുന്നത്. 11ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:27 എന്ന തിരുവചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ തിരുക്കുമാരൻ എൻ്റെയും എൻ്റെ കുടുംബത്തിനും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. 2019 എൻ്റെ മകൾ അഞ്ജു BEd പാസ്സായി. ആ സമയത്ത് തന്നെ ടെറ്റ്, നെറ്റ്, സെറ്റ് എന്നീ എലിജിബിലിറ്റി ടെസ്റ്റുകൾ പല പ്രാവശ്യം എഴുതി. 1ഉം 2ഉം മാർക്കിന് അവൾ ഫെയിലായി. അത് ഞങ്ങളെയും അവളെയും മാനസികമായി വളരെയധികം വിഷമിപ്പിച്ചു. MSc BEd ഉണ്ടെങ്കിലും എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകാതെ ഒരു സ്ഥലത്തും ജോലി കിട്ടില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കാതെ തന്നെ പല പ്രാവശ്യം അമ്മയുടെ അടുക്കൽ വന്ന് എന്ത് ചെയ്യും അമ്മ എന്ന് ചോദിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവളുടെ ഒരു മിസ്സ് പറഞ്ഞു, നിങ്ങൾ MPhilന് അപ്ലൈ ചെയ്യുന്നു. അവൾ MPhilന് പല യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്തു. അപ്പോൾ കോയമ്പത്തൂരിലെ ഒരു പ്രശസ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവൾക്ക് ടെസ്റ്റിന് വിളിക്കുകയും ദൈവാനുഗ്രഹത്താൽ അവൾ ആ ടെസ്റ്റും ഇൻ്റർവ്യൂവും പാസ്സാവുകയും ചെയ്തു. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു ഗൈഡിനെ കിട്ടുകയും ആ ഗൈഡ് പറഞ്ഞു, PhDക്ക് ഒരു സീറ്റ് ഒഴിവുണ്ട്, മോൾക്ക് മാർക്കുള്ളതിനാൽ, ദൈവാനുഗ്രഹത്താൽ മാർക്കുള്ളതിനാൽ PhDക്ക് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ ചേർന്നോളാൻ പറഞ്ഞു. അമ്മ തിരുക്കുമാരിൽ നിന്ന് വാങ്ങിത്തന്ന അനുഗ്രഹമല്ലേ എന്നും പറഞ്ഞ് അവൾ PhDക്ക് ജോയിൻ ചെയ്തു. അതിനുശേഷം കൊറോണ ആരംഭിച്ചു. 1.5 വർഷക്കാലം ലാബ് ഉപയോഗിക്കേണ്ടത് കൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു ഇവൾ. ഒരു വർക്കുകളും മുന്നോട്ട് നടന്നില്ല. അതിനുശേഷം ലാബ് വർക്കുകൾ കോളേജിൽ പോയി തുടങ്ങി. എന്നും കരച്ചിലായിരുന്നു. അവൾ ചെന്ന സമയത്ത് അവളുടെ 3 കൂട്ടുകാർ, അവളുടെ കൂടെ അഡ്മിഷൻ ഇടുന്ന 3 കുട്ടികളും ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നും വിളിച്ച് കരച്ചിൽ, ഞാൻ ഇതിൽ ചേരുന്നില്ല, എനിക്ക് പറ്റണില്ല. ഓരോ ദിവസവും ഓരോ പേപ്പറുകൾ ഹാർഡാണ്, ഒരു പേപ്പർ പോലും സബ്മിറ്റ് ചെയ്യാനുള്ള മെറിറ്റ് എനിക്കില്ല അമ്മ എന്നും പറഞ്ഞ് വളരെയധികം സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് 2022 മെയ് 6-ാം തീയതി ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ച് 2ാമത്തെ പുതുക്കലായപ്പോൾ തന്നെ അവൾക്ക് പല പ്രാവശ്യം റിജക്ഷൻ വന്ന 2 പ്രോജക്റ്റുകൾ ഒരുമിച്ച് അക്സെപ്റ്റ് ആവുകയും സ്റ്റൈഫൻഡോടുകൂടി അവൾക്ക് അവളുടെ ലാബ് വർക്കുകൾ കണ്ടിന്യൂ ചെയ്യാൻ പരിശുദ്ധ അമ്മ തിരുക്കുമാരിൽ നിന്നും അനുഗ്രഹം വാങ്ങിത്തന്നു. പിന്നീടും ഓരോ പ്രാവശ്യവും പല പേപ്പറുകളും സബ്മിറ്റ് ചെയ്തെങ്കിലും ഒരു പബ്ലിക്കേഷന് വേണ്ടി അവളൊരു പേപ്പർ 12 പ്രാവശ്യം സബ്മിറ്റ് ചെയ്തു. 12 പ്രാവശ്യവും റിജക്ഷനായി. അപ്പോഴും ഞാനിവിടെ വന്ന് അച്ഛൻ പറയണ പോലെ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം 13ാമത് അവൾ സബ്മിറ്റ് ചെയ്ത പേപ്പർ പബ്ലിഷ് ആവുകയും അവൾക്ക് അതിലോടുകൂടി അവൾക്ക് അവളുടെ തിസീസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. എൻ്റെ 9ാമത്തെ പുതുക്കലിന് ശേഷം അവൾക്ക് തിസീസ് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നമ്മളുടെ ജോസഫ് അച്ഛൻ ഒരു ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു, 44 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഒരു കാര്യം സാധിക്കും, പ്രാർത്ഥിച്ചോളാം. ഞങ്ങൾ കുടുംബമായി ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 44 ദിവസം തികയുന്നതിന് മുമ്പ് വളരെ നല്ല ഒരു വൈവ റിപ്പോർട്ട് അവൾക്ക് കിട്ടുകയും ഈ മാസം ഒക്ടോബർ 10-ാം തീയതി അവളുടെ വൈവ നടത്തുകയും അവൾക്ക് PhD ഡിഗ്രി അവാർഡാവുകയും ചെയ്തു. 0 മെറിറ്റിലായിരുന്നു എൻ്റെ മകൾ. ഒന്നും അവൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നും കരച്ചിൽ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാത്രം. അതുപോലെ അവൾ ഉടമ്പടി വസ്തുക്കൾ, ഞാനിവിടുന്ന് പേപ്പർ വാങ്ങിച്ച് അവൾക്ക് കൊടുത്തു. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ, കാശുരൂപം, തേന്, തൈല്, ഉപ്പ്, ഇതൊക്കെ അവൾ എല്ലാ ദിവസവും ഉപയോഗിച്ചു. അവൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ ആ സാറിൻ്റെ അടുത്തും കൊണ്ടുപോയി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. ഇതിൻ്റെയൊക്കെ ഫലമായി 0 മെറിറ്റിലായിരുന്ന മകൾക്ക് അമ്മ PhD ഡിഗ്രി തിരുക്കുമാരിൽ നിന്നും വാങ്ങിച്ചു കൊടുത്തു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ രോഗസൗഖ്യങ്ങൾ,
എൻ്റെ ഹസ്ബൻഡിന് 40 വർഷത്തോളമായിരുന്ന അലർജി രോഗം. രാവിലെ എഴുന്നേറ്റാൽ എപ്പോഴും തുമ്മലാണ്. വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഞാൻ പറയാതെ തന്നെ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വളരെയധികം വ്യത്യാസം വന്നു. ഇപ്പോൾ സാധാരണ എന്തെങ്കിലും ഒരു ജലദോഷം വരികയാണെങ്കിൽ അതുപോലെ മാത്രമേ ഉള്ളൂ. അമ്മ മാതാവ് ഒത്തിരിയും സംരക്ഷണം നൽകി അനുഗ്രഹിച്ചു. അതുപോലെ 25 വർഷമായിരുന്ന എൻ്റെ സൈനസൈറ്റിസ് രോഗം, അതുപോലെ എൻ്റെ ദേഹം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി കറുത്ത കളറ് പോലെ വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ ഉപ്പും തൈലവും ഉപയോഗിച്ച് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒറ്റ ഒരു പ്രാവശ്യം തേച്ചു. അത് പിന്നീട് ഒരിക്കലും ആ കുരുക്കൾ വരാൻ ഇടയായില്ല. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയണം. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്ത് 1980 ഞങ്ങൾക്ക് കിട്ടിയ ഒരു ആധാരം, ഒരു നിലത്തിൻ്റെ ആധാരമായിരുന്നു. 45 വർഷമായിട്ടും ആ ആധാരം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അച്ഛൻ്റെ ഡോക്യുമെൻ്റ് പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ആകെ ഉണ്ടായിരുന്നത് നിലത്തിന് കരം കെട്ടുന്ന ഒരു രസീത് മാത്രമായിരുന്നു. ഞാൻ ആ രസീത് വെച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, വേറെ ഒന്നുമില്ല, അപ്പൂപ്പന്മാരായിട്ട് തന്നിരുന്ന ഒരു ആധാരമാണ്, അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്കകം കുറേ പേപ്പറുകളുടെ ഇടയിൽ നിന്നും ആ ആധാരം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ ഉപ്പും തൈലവും തേനും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ: ഇവിടെ നിന്നും പേപ്പർ വാങ്ങിച്ച് ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ആശുപത്രികൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, കടകൾ, അതുപോലെ ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളുകളിലെ കുട്ടികൾക്കും അവിടുത്തെ അധ്യാപകർക്കും എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഉപ്പും തേനും കൊടുത്ത് അവരെ പരീക്ഷയിൽ സഹായിച്ചിട്ടുണ്ട്. ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി തലേ ദിവസം തന്നെ എക്സാം ഹാളിൽ പോയി ഉപ്പ് വിതറി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെ നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ: അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിൽ പോയി അവരെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്ത് കരുണാനിലയം, അഗതികളുടെ ഒരു ഹോം, അവിടെയൊക്കെ പോയി അവിടുത്തെ രോഗികളെ കാണുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്നത് പോലെയുള്ള സഹായം ചെയ്തിട്ടുണ്ട്. പൊതിച്ചോറ് കെട്ടി വിതരണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ. പിന്നെ അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കൂടും, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, ജോമോൾ സിസ്റ്ററിൻ്റെ ലിവിങ് ഓറക്കിൾസ് കാണും, വിജയകുമാർ സാറിൻ്റെ ടോക്കുകൾ കേൾക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസവും ഒരു മുടക്കവും ഇല്ലാതെ കൂടാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ചെയ്ത പ്രവർത്തനങ്ങൾ. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെയും 0 മെറിറ്റിലായിരുന്ന എൻ്റെ മകൾക്ക് ഈ ഒരു ഡിഗ്രി തന്ന അമ്മ മാതാവ് തിരുക്കുമാരനും വാങ്ങിത്തന്ന ഈ അനുഗ്രഹത്തിന് 1000 നന്ദികൾ സമർപ്പിച്ചുകൊള്ളുന്നു. മാതാവ് വഴി ഈശോ തന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു. അമ്മ പറഞ്ഞതുപോലെ 2019 ഞാൻ കോയമ്പത്തൂരിലെ ഒരു പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ജോയിൻ ചെയ്യുകയും അവിടെ അഡ്മിഷൻ എടുത്ത് ആദ്യം ഞാൻ പോയി അന്വേഷിച്ചത് ദൈവത്തിൻ്റെ കത്തോലിക്ക തിരുസഭയുടെ ഒരു പള്ളി ഉണ്ടോയെന്നാണ്. അവിടെ പോയി CMI അച്ഛന്മാരുടെ ഒരു മിഷൻ സെൻറ്ററും അതുപോലെ തന്നെ കൊമേന്തിയും അടുത്തുണ്ടായിരുന്നു. അതിലൂടെ ആത്മീയമായി എനിക്ക് കുറേ വളർച്ച അനുഭവപ്പെടുകയും ചെയ്തു. 2019 തൊട്ട് 2021 വരെയും കൊറോണ കാലഘട്ടം എനിക്ക് പോയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാണ്ട് വന്ന സമയത്ത് ഞാനിവിടെ ഇരുന്ന് വളരെയധികം ബുദ്ധിമുട്ടി. തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ കൂടെയുള്ള ബാച്ച് മേറ്റ്സും ജൂനിയേഴ്സായിട്ടുള്ള അഡ്മിഷൻ എടുത്തവരും എല്ലാവരും ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എൻ്റെ സീനിയേഴ്സ് പറഞ്ഞു, നമ്മൾ സയൻസ് ഫീൽഡാണ്, സയൻസ് ഫീൽഡ് ഉള്ളവർക്ക് പ്രോജക്റ്റ് സാങ്ഷൻ ആകണം, ഫെലോഷിപ്പും ഫണ്ടിങ് ഏജൻസി വേണം, എന്നാലേ ഔട്ട്സോഴ്സിങ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ആകെ തളർന്നു. കാരണം എന്ന് വെച്ചാൽ
പ്രപ്പോസൽ എഴുതി റിജക്ഷൻ മാത്രമേ ഉള്ളൂ എനിക്ക്. അങ്ങനെ അമ്മയുടെ ഉടമ്പടി പ്രകാരം പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈശോനോട് പ്രാർത്ഥിച്ചു. അമ്മ കൊണ്ടുവരണ പത്രം, മാതാവിൻ്റെ പത്രം തലേണയുടെ അടിയിൽ ഞാൻ വയ്ക്കും. അങ്ങനെയെങ്കിലും എനിക്ക് നല്ല ബുദ്ധി കിട്ടി, നന്നായിട്ട് എഴുതി പ്രപ്പോസൽ എഴുതി ഇതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 പ്രപ്പോസലാണ് എനിക്ക് സാങ്ഷനായി കിട്ടിയത്. DSTയുടെയും പിന്നെ അതേപോലെ തന്നെ UGC SRF വരയ്ക്കും എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് 2025 ഈ വർഷം ഫെബ്രുവരി 14 എനിക്ക് സെക്കൻഡ് DC സബ്മിറ്റ് ചെയ്യുകയും 28 തന്നെ സിനോപ്സിസ് അപ്രൂവ് ആകുകയും ഏപ്രിൽ പാനൽ മെമ്പേഴ്സ് സെലക്ട് ആകുകയും അതുവഴി 3 മാസം കൊണ്ട് എനിക്ക് തീസിസ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ എഴുതാൻ പോണേന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയേറെ വർക്ക് ചെയ്തതും പ്രോജക്റ്റിൻ്റെയും പബ്ലിക്കേഷൻ്റെയും എല്ലാ വർക്കും ഉണ്ട്. അതെല്ലാം കമ്പൈൻ ചെയ്ത് എഴുതാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ രാവിലെ പള്ളിയിൽ പോയിട്ട് വരും, ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് എന്നെ കൊണ്ട് എഴുതാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. മുന്നോട്ട് പോകാനേ കഴിയുന്നില്ല. പപ്പേനെയും അമ്മേനെയും വീട്ടിൽ വിളിച്ചിട്ട് എപ്പോഴും കരച്ചില്ല, എനിക്കൊന്നും എഴുതാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസത്തിലെ ധ്യാനം കൂടണത്. അതുവഴി ലൈവ് ടെലികാസ്റ്റും കാണും. ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഫുൾ മാതാവിൻ്റെ ലുത്തീന, മാതാവിൻ്റെ പാട്ട് ഇങ്ങനെ കേട്ടാണ് ഞാൻ എൻ്റെ തീസിസ് എഴുതി. എങ്ങനെ എഴുതി തീർത്തതെന്ന് എനിക്കറിയത്തില്ല. 3 മാസം കൊണ്ട് ഞാൻ എൻ്റെ തീസിസ് എഴുതി തീർത്തു. അതുപോലെ തന്നെ സെപ്റ്റംബർ അച്ഛൻ്റെ 44 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതിൽ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ ഫാമിലിയും ഞാനും. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ തീസിസ് റിപ്പോർട്ട് വരികയും ആ തീസിസ് നല്ല റിപ്പോർട്ടായി ദൈവം എനിക്ക് തന്നു. അബ്രോഡ് പാനലാണെങ്കിലും ഇന്ത്യൻ പാനൽ മെമ്പേഴ്സ് ആണെങ്കിലും 2 പേരും ഒരു കുറവില്ലാണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് തന്നു കിട്ടി. അതുവഴി ഒക്ടോബർ 15 ദിവസത്തിനുള്ളിൽ എനിക്ക് വൈവ നോട്ടിഫിക്കേഷൻ അടിക്കുകയും ഈ മാസം 10 ഒക്ടോബർ 10 എൻ്റെ വൈവ കഴിയുകയും PhD ഡിഗ്രി അവാർഡ് ആകുകയും ചെയ്തു. ദൈവത്തിനും മാതാവിനും 1000 നന്ദിയുണ്ട്. ഞാനല്ല എൻ്റെ തീസിസ് എഴുതിയത്, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എൻ്റെ ജൂനിയേഴ്സ് പറയും, രാവിലെ എഴുന്നേറ്റ് നോക്കിയാലും ആ ലൈറ്റ് അങ്ങനെയുണ്ട്, രാത്രി നോക്കിയാലും ആ ലൈറ്റ് അങ്ങനെ തന്നെയുണ്ട്. ഹോസ്റ്റൽ മുറിയിൽ കയറുമെന്ന് എല്ലാവരും പറയണത് കേൾക്കും, ഫുള്ള് രാപ്പകൽ അധ്വാനിച്ചിരുന്ന് എഴുതണം. പക്ഷേ ഞാനൊന്നും എഴുതണില്ല, എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ എഴുതിയെന്ന്. അത് ദൈവം തന്ന അനുഗ്രഹം മാത്രമാണ്. ഞാൻ എൻ്റെ കസിൻസിനോടും റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് ഞാൻ പറയും, പ്രാർത്ഥിക്കണം, മാതാവിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ദൈവം തന്ന അനുഗ്രഹം മാത്രമാണ് എനിക്കിത്. ഇതാണ് മാതാവും യേശുവും എന്നെക്കൊണ്ട് എഴുതിപ്പിച്ച തീസിസ്. എനിക്കറിയത്തില്ല ഇത്രയും പേജസ് ഞാൻ എങ്ങനെ എഴുതി തീർത്തതെന്ന്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ജെറമിയ 7:23 എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും ആയിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. ജാൻസി ഫിലിപ്പ് എന്ന ഈ സഹോദരിയും മകൾ അഞ്ചുവും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ നന്ദിയോടുകൂടി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും പറയും അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം അസാധ്യമായത് നമുക്ക് നേടിത്തരുന്നതാണ്. സ്വന്തം കഴിവ് കൊണ്ട് നേടാൻ പറ്റുന്നതൊന്നും നിങ്ങൾ നിയോഗത്തിൽ എഴുതരുത്. കിട്ടത്തില്ലെന്ന് ഉറപ്പുള്ളത് മാത്രമേ എഴുതാവൂ. കാരണം ദൈവശക്തി പ്രവർത്തിക്കണമെന്ന് നമുക്ക് നിശ്ചയമുണ്ടാവണം. മകൾ അത് തന്നെയാണ് പറയുന്നത്. രാവും പകലും എൻ്റെ മുറിയിൽ ലൈറ്റ് ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ ബൗദ്ധികമായ കഴിവ് കൊണ്ട് എനിക്കൊന്നും എഴുതുവാൻ പറ്റുന്നില്ല. അമ്മ മാതാവ് ഇത്രത്തോളം പേജുള്ള ഈ ഒരു തീസിസ് വർക്ക് 3 മാസത്തിനുള്ളിൽ എഴുതി തീർക്കുവാൻ എന്നെ നയിച്ചു, എന്നെ സഹായിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുക. അത് സാധാരണഗതിയിൽ ഇത് എബ്രോഡ് അയച്ചു കൊടുക്കുമ്പോൾ, എക്സ്റ്റേണൽ ഗൈഡിന് അയച്ചു കൊടുക്കുമ്പോൾ വെട്ടും കുത്തും തിരുത്തുമായി മിക്കവാറും തന്നെ 2ാമത് എഴുതാൻ പറയും. വലിയ കഷ്ടപ്പാടുള്ളൊരു കാര്യവുമാണ്. എന്നാൽ മകൾ പറയുന്നു, ആരും അമ്മ എഴുതിയ തീസിസിൽ ഒരാൾ പോലും വെട്ടിയില്ല, ഒരാൾ പോലും തിരുത്തിയില്ല, നല്ല റിമാർക്കോട് കൂടി തിരിച്ചു തന്നു. അതുകൊണ്ട് എൻ്റെ പ്രോസസ്സ് വേഗത്തിലായിരുന്നു. അമ്മ മാതാവിൻ്റെ മാസത്തിൽ അച്ഛൻ ഓഗസ്റ്റ് മാസം 44 ദിവസത്തിനുള്ളിൽ ദീർഘനാളായി നടക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗം അനുഗ്രഹിക്കപ്പെടുമെന്ന് അച്ഛൻ ധ്യാനത്തിലൂടെ അരുളി ചെയ്തത് ആ 44 ദിവസം പൂർണ്ണമായി ശരണപ്പെട്ട് വിശ്വസിച്ച് ഈ വലിയ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ
അവൾ പറയുന്നുണ്ട്, ആ 44 ദിവസത്തിനുള്ളിൽ എൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമായി, എൻ്റെ ഡിഫൻസ് കഴിഞ്ഞു, വൈവ കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും സ്മൂത്തായിപ്പോയി, ഡോക്ടറായി. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ നിൽക്കുവാൻ എൻ്റെ കഴിവിനാലല്ല, അമ്മയുടെ കൃപയാൽ മാത്രം സമയച്ചുരുക്കത്തിൽ അമ്മ അനുവദിച്ചു വന്ന ആ സാക്ഷ്യമാണ് ഈ മകൾ ഈ എൽത്താരയിൽ പങ്കുവെച്ചത്. മറ്റ് 2-3 സാക്ഷ്യങ്ങൾ അതുപോലെ ഗൗരവമുണ്ട്. 45 വർഷമായി ഒരു പീരീഡത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. ചെറിയ കാലമല്ല, 45 വർഷം, ഒരു തലമുറ കഴിഞ്ഞു പോയ കാലമല്ലേ അത്. 45 വർഷമായി പീരീഡത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. അച്ഛനിക്കൽ വന്നു കണ്ട് പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ അമ്മ മാതാവിനോട് അമ്മയുടെ കരങ്ങളിലേക്ക് ഈ വിഷയം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇത്ര ദൈർഘ്യമുള്ള കാലത്തിൽ നഷ്ടപ്പെട്ടത് വീടിനകത്ത് നിന്ന് കണ്ടെത്തുവാൻ ആ കുടുംബത്തിന് സാധിക്കുന്നു. 40 വർഷമായിട്ടുള്ള അലർജിയുടെ രോഗം സൗഖ്യപ്പെടുത്തി കൊടുക്കുന്നു. 25 വർഷമായിട്ടുള്ള സൈനസൈറ്റിസിൻ്റെ രോഗം പൂർണ്ണമായും നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മാറ്റിക്കൊടുക്കുന്നു. ദീർഘകാലമായിട്ടുള്ള വിഷയങ്ങളാണ് അമ്മ മാതാവ് ഏറ്റെടുത്ത് കുടുംബത്തെ കാത്തുകൊണ്ട് ആ 11 തവണ പുതുക്കി ഉടമ്പടിയിലുള്ള വിശ്വസ്തതയുള്ള ജീവിതത്തിന് അമ്മ സിഗ്നേച്ചർ ചെയ്തുകൊണ്ട് ഞാൻ കൂടെയുണ്ട്, എൻ്റെ തിരുക്കുമാരൻ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കുമെന്ന ബോധ്യം കൊടുത്തുകൊണ്ട് അനുഗ്രഹങ്ങളായി ഈ കുടുംബത്തിനൊപ്പം സഞ്ചരിക്കുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.